അപ്പം ഏകദേശം നമ്മുടെ തിരക്കുകളൊക്കെ ഒഴിഞ്ഞ് ഇപ്പോൾ രാവിലെ എല്ലാ സംഭവങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ അനിയനും മറ്റേ കസിൻ അപ്പം വന്നിട്ടുണ്ടായിരുന്നു, ഹരി. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ ഇപ്പോൾ സിനിമയ്ക്ക് പോയി ഇറങ്ങി. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങും. നമുക്ക് 10:30-ക്കാണ് ട്രെയിനുള്ളത്. അപ്പോൾ ഇവിടുന്ന് ബസ് കയറിയിട്ട് സ്റ്റേഷനിൽ പോകണം. എല്ലാം എടുത്തു വെച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഇനി എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ അതും കൂടെ എടുത്ത് വെക്കട്ടെ. അപ്പോൾ നമ്മൾ വീടൊക്കെ ലോക്ക് ചെയ്തിട്ട് ഇറങ്ങും. ഇനി നടന്ന് ബസ് സ്റ്റോപ്പിൽ പോകണം. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് നടന്ന് ജംഗ്ഷനിൽ ചെല്ലണം. അവിടുന്ന് ബസ് കയറിയിട്ട് വേണം നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോകാൻ. 10:30-ക്കാണ് ട്രെയിൻ. അങ്ങനെ നമ്മൾ നടന്ന് ഞങ്ങളൊരു മാമൻ്റെ റിലേറ്റീവിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ ചെന്ന സമയത്ത് മാമൻ ആ റൂട്ടാണ് ജോലിക്ക് പോകുന്നത്. ലോറിയുണ്ട്. അപ്പോൾ ആ മാമൻ പോകുന്ന റൂട്ടിൽ നമുക്ക് ലിഫ്റ്റ് വന്നു. അങ്ങനെ നമ്മൾ അതിനകത്ത് കയറി നേരെ ബസ് സ്റ്റോപ്പിൽ ചെന്നിറങ്ങി. അപ്പോൾ എന്തായാലും ട്രാവൽ ചെയ്യുകയല്ലേ, അപ്പോൾ പിന്നെ എന്തായാലും കുറയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്നാക്സ് വാങ്ങിക്കാമെന്ന് കരുതി. അങ്ങനെ നമ്മുടെ ബസ് സ്റ്റോപ്പിൻ്റെ അടുത്തോട്ടുള്ള കടയിൽ തന്നെ നമ്മൾ കയറി കുറച്ച് ചിപ്സും പക്കവടയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരു ബസ് പോയി, നമുക്ക് മിസ്സായിട്ടുണ്ടായിരുന്നു. വേറൊരു ബസ് വന്നു, അതിൽ കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ സീറ്റ് കിട്ടി. അങ്ങനെ ഞാൻ വെച്ചിട്ട് ഇരുന്ന് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയി. സ്റ്റേഷനെല്ലാം ഇടിച്ച് പൊളിച്ച് ഇപ്പം പ്ലാറ്റ്ഫോം ഇവിടെ കാണാം. കൊല്ലം സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ വന്ന് ബസ് ഇറങ്ങിയിട്ട് ഇനി ക്രോസ് ചെയ്യണം. അച്ഛനാണെങ്കിൽ ഒരു മെഡിക്കൽ സ്റ്റോർ നോക്കി, പക്ഷേ ഈ ഏരിയയിൽ ഒരു മെഡിക്കൽ സ്റ്റോർ കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. നീ ക്രോസ് ചെയ്തിട്ട് അപ്പുറം പോയി അവിടെ വെയിറ്റ് ചെയ്യണം. 10:30-ക്കാണ് ട്രെയിൻ ഉള്ളത്. നമ്മളിപ്പോൾ 10 മണി ആയതേ ഉള്ളൂ. നമുക്ക് പ്ലാറ്റ്ഫോം നമ്പർ 2 അപ്പം നമ്മൾ സ്റ്റേഷനിൽ നേരെ വന്ന് കയറുന്നത് പ്ലാറ്റ്ഫോം നമ്പർ 1 അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് ക്രോസ് ചെയ്ത് അപ്പുറത്തോട്ട് പോകണം. അപ്പോൾ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പോയ കഥയൊക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. കണ്ടിട്ടില്ലാത്തവർ നമ്മളിതിന് മുന്നേയുള്ള വ്ളോഗ് ഒന്ന് കണ്ടു നോക്കിയാൽ മതി. നമ്മൾ തൽക്കാലമൊക്കെ എടുത്തിട്ടാണ് നമുക്ക് ടിക്കറ്റ് കിട്ടിയത് തന്നെ. നമ്മൾ നേത്രാവതിയിലാണ് ടിക്കറ്റ് എടുത്തത്, സ്ലീപ്പറാണ് എടുത്തത്. വേറെ സീറ്റോ അല്ലെങ്കിൽ ഒന്നും കിട്ടിയില്ലായിരുന്നു, AC ഒന്നും നോക്കിയിട്ട് കിട്ടിയില്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ സ്ലീപ്പർ തന്നെ എടുത്ത് എന്തോ ഭാഗ്യത്തിലാണ് സീറ്റ് കിട്ടിയത്. തൽക്കാലമാണ് എടുത്തത്. ഓക്കെ, അപ്പം നമ്മൾ സ്റ്റേഷനിൽ വന്ന് നമ്മൾ ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ കറക്റ്റ് സമയത്തിന് ട്രെയിൻ എത്തി. അപ്പോൾ നമുക്കിനി നമ്മുടെ ട്രെയിൻ വന്നിട്ടുണ്ട്. ഇതിനകത്ത് നമുക്കിനി സ്ലീപ്പർ 4 ആണ്, S4 S1 S2 ഓക്കെ S4 നമുക്കിനിയിപ്പം കയറിയിരിക്കാം. അപ്പോൾ നമ്മൾ അപ്പർ ബർത്താണ് എടുത്തത്. ഈ കാണുന്ന 2 സീറ്റാണ് ഞാൻ അച്ഛനായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഏറ്റവും കുറച്ചും കൂടെ കംഫർട്ടബിളായിട്ട് തോന്നിയിട്ടുള്ളത് ഈ അപ്പർ ബർത്ത് തന്നെയാണ്. അതാകുമ്പോൾ ഒരു ശല്യമില്ലാണ്ട് നമുക്ക് മുകളിൽ കയറി ഇരിക്കാം. നമ്മളിപ്പോൾ ആലപ്പുഴ വഴിയാണ് പോകുന്നത്. അത്യാവശ്യം നല്ല ബോറിംഗ് ട്രിപ്പ് തന്നെയായിരുന്നു. കുറച്ച് നേരം ഒന്ന് സിങ്കായി വരാൻ വേണ്ടിയിട്ട് തന്നെ. മാത്രമല്ല ഈ കയറിപ്പോകേണ്ട വേറെ ട്രെയിനുകളൊക്കെ പോകുന്നതിന് ഈ ട്രെയിൻ പിടിച്ച് നിർത്തിയിട്ട് കുറേ നേരം ഇങ്ങനെ ആലപ്പുഴ തന്നെ കുറേ നേരം പിടിച്ചിട്ടു. അതിനുശേഷം ഈ പോകുന്ന വഴിക്ക് തന്നെ വെറുതെ പിടിച്ചിട്ടു. പിന്നെ അത്യാവശ്യം കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ഇരുന്നു എന്നുള്ളത് മാത്രമല്ലാണ്ട് അത്യാവശ്യം ഭയങ്കര മുഷിഞ്ഞൊരു ട്രിപ്പായിരുന്നു. നമ്മളിപ്പോൾ നിൽക്കുന്നത് മാരാരിക്കുളത്താണ്. ഇവിടെ വന്നിട്ടിപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂറായിട്ടുണ്ട്. വണ്ടി പിടിച്ചിട്ടേക്കുക. അതേപോലെ ആലപ്പുഴയിൽ ഒരു അരമണിക്കൂറുണ്ടായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ ഏകദേശം 1 മണിക്കൂറിൻ്റെ ഡിലേ ആയിട്ടുണ്ട്. 1 മണിക്കൂർ കൂടുതലെങ്കിലേ ഉള്ളൂ, കുറേ നേരമായി. ഒരു വന്ദേ ഭാരത് പോയായിരുന്നു. ഏകദേശം ചിലപ്പോൾ അതിന് വേണ്ടിയിട്ട് പിടിച്ചിട്ടായിരിക്കുന്നു. അങ്ങനെ വന്ദേ ഭാരതും പോയി. അത് കഴിഞ്ഞിപ്പോൾ ഏകദേശം 10-15 മിനിറ്റായിട്ട് ഇപ്പോഴും ഇവിടെ കിടക്കുക. ഇവിടെ ചേർത്തല ഇനിയും കിടക്കുന്നു കുറേ. എപ്പോൾ തീരുമോ? അപ്പോൾ ട്രെയിൻ എടുത്തിട്ടുണ്ടായിരുന്നു. താഴെ ഇരുന്നവരൊക്കെ ഓൾറെഡി ഒരു പിടിച്ചിട്ട സമയത്തിന് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കരുതി വണ്ടി ഒന്ന് ഓടിക്കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാമെന്ന് കരുതി ഞങ്ങൾ വെയിറ്റ് ചെയ്തു. അതിനുശേഷം വണ്ടി എടുത്തു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മുകളിൽ കയറി ഇരുന്നിട്ട് ഫുഡ് കഴിച്ചു. ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ചോറും കുറച്ച് കറികളൊക്കെ.
ഏകദേശം വൈകുന്നേരം സമയമൊക്കെ ആയപ്പോഴത്തേക്കും ഞാനൊന്ന് മയങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ എണീറ്റ് നമ്മളൊരു ചായയൊക്കെ വാങ്ങി കുടിച്ചു. അങ്ങനെ ചായയൊക്കെ കുടിച്ചിരുന്ന് കുറച്ച് കാഴ്ചകളെ കണ്ട് ഇരുന്നു. കാരണം ഞാൻ ഈ പാലക്കാട് നിന്ന് നേരെ പോയിട്ടില്ല. അതായത് ബാംഗ്ലൂർ പോകുന്ന സമയത്തൊക്കെ ഞാൻ പാലക്കാട് നിന്ന് വളഞ്ഞ് കോയമ്പത്തൂർ വഴിയാണ് പോകുന്നത്. അപ്പം ഈ ഭാരതപ്പുഴയുടെ മുകളിലൂടെയാണ് നമ്മളിപ്പോൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ഈ ഷൊർണൂർ ആ ഭാഗത്തോട്ട് ഞാൻ ഇതുവരെ അങ്ങനെ പോയിട്ടില്ലായിരുന്നു. അപ്പോൾ ഏകദേശം 7:30 ആയപ്പോഴത്തേക്കും നമ്മൾ തലശ്ശേരിയിലെത്തി. രാത്രിയായി തുടങ്ങി. ആളുകളൊക്കെ ഫുഡൊക്കെ കഴിക്കുന്നു. ഞാനിവിടെ സ്റ്റോപ്പ് ആയപ്പോഴത്തേക്കും വന്ന് ഇപ്പുറത്തോട്ട് ചെയ്യുന്നു. ഇവിടെ അച്ഛൻ വെളി ഇറങ്ങിയിട്ടുണ്ട്. അധികം തിരക്കും കാര്യങ്ങളൊന്നുമില്ല. ഈ സൈഡിൽ ഇല്ല, പക്ഷെ അപ്പുറ സൈഡിൽ ഇപ്പം ഇതിനകത്ത് നിന്ന് ഇറങ്ങി വന്ന ആൾക്കാർക്ക് നല്ല തിരക്കുണ്ട്. ഏകദേശം 2 മണിക്കൂർ കൂടുതൽ വണ്ടി ഡിലേ ആയിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും പിടിച്ചിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. ഇനി എവിടെയാണ് എന്തോ കൊണ്ടിച്ചൊന്ന് പിടിച്ചിടുന്നത്. രാത്രി ഇനി ഓടിയാൻ കയറുമായിരിക്കും. നമ്മൾ കൊണ്ടുവന്ന വെള്ളം തീർന്നായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ പുതിയൊരു ബോട്ടിൽ വാട്ടർ വാങ്ങിച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാം. നമ്മൾ വീണ്ടും മുകളിൽ കയറിയ ഫുഡ് കഴിക്കാൻ പോവാം. വീട്ടിൽ നിന്ന് ചപ്പാത്തി ഉണ്ടെന്നായിരുന്നു. അപ്പോൾ പിന്നെ അത് കഴിക്കാം. നമ്മൾ പയ്യന്നൂരെത്തി. ഫുഡ് കഴിച്ചിട്ട് ഇപ്പം ഇറങ്ങിയത് വാഷ് ചെയ്തു. ഇനി കുറച്ചു നേരം ഇവിടെ നിന്നതിന് ശേഷം പോയി കിടക്കാമെന്ന് വിചാരിക്കുന്നു. ഒരു 1:30 ആകുമ്പോഴത്തേക്കും നമ്മൾ ബൈന്ദൂരെത്തും. അവിടുന്ന് പിന്നെ എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഷെയർഡ് ഓട്ടോ ഒക്കെ വഴിയായിരിക്കും ചിലപ്പോൾ പോകുന്നത്. എന്തായാലും അവിടെ ചെന്നിട്ട് അറിയാൻ പറ്റത്തുള്ളൂ ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണെന്ന്. അപ്പോൾ ഓക്കെ, എന്നാൽ പിന്നെ ഇന്നത്തെ ദിവസത്തിലേ ഉള്ളൂ. ഞാൻ പോയി കിടന്ന് ഉറങ്ങട്ടെ. നാളെ രാവിലെ എണീക്കുന്നത് നമ്മൾ ബൈന്ദൂരിലായിരിക്കും. ഓക്കെ, ബൈ.